മറ്റൊരു വാർത്തയിലേക്കാണ്. വടകരയിൽ കാറിടിച്ച് 9 വയസ്സുകാരി കോമയിലായ കേസിൽ പ്രതി ഷെജീലിന് ജാമ്യം. വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം നൽകിയത്. വിദേശത്ത് നിന്നെത്തിയ ഷെജീലിനെ ഇന്നലെ കോയമ്പത്തൂരിൽ വെച്ചാണ് പിടികൂടിയത്. വിവരങ്ങളുമായി ഷിത ജഗത് ചേർന്നു. ഷിത, ഉപാധികളോടെയാണോ ജാമ്യം? ഷെജീലിനെതിരെ എടുത്തിരിക്കുന്ന കേസെന്ന് പറയുന്നത് ജാമ്യം കിട്ടാവുന്ന ഒരു കേസാണ്. 304 വകുപ്പ് പ്രകാരം മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, അശ്രിതമായി വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കി എന്നുള്ള കേസാണ് ഷെജീലിനെതിരെ എടുത്തിരുന്നത്. അത് ജാമ്യം കിട്ടാവുന്ന കേസാണ്. മറ്റൊരു കേസ് ഷെജീലിനെതിരെ ഉണ്ടായിരുന്നത് വ്യാജരേഖ ചമച്ച് ഇൻഷുറൻസ് തുക തട്ടിയെടുത്തു എന്നുള്ളതാണ്. ആ കേസിൽ മുൻകൂർ ജാമ്യം ഹൈക്കോടതി നേരത്തെ ഇയാൾക്ക് അനുവദിക്കുകയും ചെയ്തിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ വടകര ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ കോടതി ഇയാൾക്ക് ജാമ്യം അനുവദിക്കുന്നത്. ദൃഷാനയെ കാറിടിച്ച്, അമിത വേഗത്തിലെത്തിയ കാറായിരുന്നു, കാറിടിച്ച് ദൃഷാനയുടെ മുത്തശ്ശി ആ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ദൃഷാനയാകട്ടെ കഴിഞ്ഞ 1 വർഷമായി കോമയിലാണ് കിടക്കുന്നത്. ഷെജീൽ പിന്നീട് നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് കടക്കുകയും ചെയ്തു. ഷെജീലിനെ കണ്ടെത്താനുള്ള ശ്രമം പോലീസ് തുടരുകയായിരുന്നു. ഷെജീലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം തുടരുകയായിരുന്നു. ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇന്നലെ കോയമ്പത്തൂരിൽ ഇയാൾ എത്തിയത്. ഇവിടെ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും. പോലീസ് കേരളത്തിലെ ഒരു വിമാനത്താവളത്തിൽ എത്താതെ മറ്റൊരിടത്ത് എത്തിയാൽ രക്ഷപ്പെടാൻ സാധിക്കുമെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം കോയമ്പത്തൂരിൽ വിമാനത്താവളത്തിലേക്കാണ് ഇയാൾ എത്തിയത്. അവിടെ വെച്ച് പോലീസ് അവിടെ വെച്ചുള്ള ആളുകൾ ഇയാളെ കണ്ടെത്തുകയും തിരിച്ചറിയുകയും ചെയ്തു. പിന്നീട് ഈ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയാണ്. ഇന്നലെ വടകരയിൽ എത്തിച്ചിരുന്നു. ഇന്ന് മറ്റ് ചോദ്യം ചെയ്യലുകളും മറ്റുമൊക്കെ കഴിഞ്ഞ് ഉച്ചയോട് കൂടിയാണ് വടകര കോടതിയിൽ ഹാജരാക്കിയത്. ഈ വകുപ്പുകളൊക്കെ മാത്രമാണ് ഉള്ളത് എന്നതിനാൽ തന്നെ ജാമ്യം അനുവദിക്കുകയായിരുന്നു കോടതി.